വെൽക്കം ബാക്ക് ടു മോണ്ടിസോറി പ്രാക്ടിക്കൽ സെക്ഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോബുലസ് സിലിണ്ടേഴ്സ് ആണ്. നോബുലസ് സിലിണ്ടേഴ്സ് എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായ കളറുകളിൽ 10 ഡിഫറെൻറ്റ് സിലിണ്ടേഴ്സ് അടങ്ങിയ 4 സെറ്റ് ഓഫ് ബ്ലോക്സുകളെയാണ് നമ്മൾ നോബുലസ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. വിത്തൗട്ട് നോബാണ്, അതിന് നോബില്ല, നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് നോബ്സ് ഇല്ല. നമുക്ക് സിലിണ്ടർ ബ്ലോക്ക് 1ലേക്ക് പോകാം. സിലിണ്ടർ ബ്ലോക്ക് 1നെയാണ് നമ്മൾ റെഡ് സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ നോബുലസ് സിലിണ്ടേഴ്സ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ഇതിൽ 10 സിലിണ്ടേഴ്സ് ഉണ്ടാവും. നോബുലസ് ആയിട്ടുള്ള 10 സിലിണ്ടേഴ്സും റെഡ് കളറിലായിരിക്കും. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയാമീറ്ററിലായിരിക്കും. സെയിം ഹൈറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ദ ഡയാമീറ്റർ. ഇതിൻ്റെ ഡയാമീറ്ററിലാണ് വ്യത്യാസം വരുന്നത്. അതായത് വെട്ടത്തിൽ സർഫസിൽ ഡയാമീറ്ററിലായിരിക്കും വ്യത്യാസം വരുന്നത്. സെയിം ഹൈറ്റിലായിരിക്കും കാണുന്നത്. സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് യെല്ലോ സിലിണ്ടേഴ്സാണ്. അതായത് ഇതിന് ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഡയാമീറ്ററിലും വ്യത്യാസം വരുന്നു. അതായത് ഹൈറ്റ് വരുമ്പോഴും, അതായത് 5.5 സെൻറ്റിമീറ്ററിന് 5 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഹൈറ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഡയാമീറ്ററും കുറയുന്നു. നെക്സ്റ്റ് സെറ്റാണ് ബ്ലോക്ക് 3 സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ഡയാമീറ്റർ കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാവുന്നത്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ബ്ലോക്കാണ് ബ്ലോക്ക് 4 സിലിണ്ടേഴ്സ്, ബ്ലൂ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയാമീറ്റർ സെയിം ആണ്, ഹൈറ്റ് ഈസ് ഡിക്രീസിങ് ആൻഡ് സെയിം ഡയാമീറ്ററിൽ വരുന്ന ബ്ലോക്കുകളാണ് ബ്ലൂ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ ബ്ലൂ നോബുലസ് സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഡയറക്റ്റ് എയിം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ ഓഫ് ഡയമെൻഷൻസ് ആണ്. അതായത് ഹൈറ്റ്, വിഡ്ത്ത്, തിക്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ദ ഫൈൻ മോട്ടർ ഡെവലപ്മെൻറ്റ്. തേർഡ് വൺ ഈസ് അബൌട്ട് ദ കൺട്രോൾ ഓഫ് എറർ. ദെൻ ഇൻഡയറക്റ്റ് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഇൻഡയറക്റ്റായിട്ട് പെൻസിൽ പേഴ്സിങ് ആണ്. ഇത് ഹോൾഡ് ചെയ്യുന്നതിന് പ്രത്യേക ഒരു 3 ഉണ്ട്. നമ്മളെങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതാണ് ഫസ്റ്റത്തെ വൺ. ദെൻ കോൺസെൻട്രേഷൻ ഇൻക്രീസിങ്. ദെൻ വൊക്കാബുലറി ബിൽഡിംഗ്, ദാറ്റ് മീൻസ് ദ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. തിക്ക്, തിൻ, ലോങ്, ഷോർട്ട്. സൂപ്പർലേറ്റീവ്സ് ആൻഡ് കമ്പാരറ്റീവ്സ് ഓൾസോ. ഷോർട്ട്, ഷോർട്ടർ, ഷോർട്ടസ്റ്റ്. ടോളസ്റ്റ്, ടോളർ, ടോൾ. ഷോർട്ട്. സെക്കൻഡ് എയിം എന്ന് വെച്ചാൽ ഫൈൻ മോട്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് മൂവ്മെൻ്റ് ആണ്. തേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻസിൽ പേഴ്സിങ്. ഇതിലുള്ള കൺസെപ്റ്റുകൾ വൊക്കാബുലറി ബിൽഡിംഗ് ആയിട്ട് വരുന്നതാണ്. 3 പീരീഡ് ലെസൺ പ്ലാൻസ് ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഫസ്റ്റ് പീരീഡിൽ നമ്മൾ നോക്കുന്നത് ടോൾ, ഷോർട്ട് ആയിരിക്കും. ദെൻ തിക്ക്, തിൻ. ഇനി എങ്ങനെയാണ് നോബുലസ് സിലിണ്ടേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിംഗ് പ്ലേസിലേക്ക് കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യുക. അതിനുശേഷം വളരെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മുടെ സിലിണ്ടർ ബ്ലോക്സ് കൊണ്ടുവരിക. ഫസ്റ്റ് നമ്മുടെ പീരീഡിൽ റെഡ് കളർ ബ്ലോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ റഗ്ഗിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ബോക്സ് കീപ്പ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് എല്ലാ ബ്ലോക്സുകളും നമ്മുടെ റഗ്ഗിലേക്ക് ഡിസോർഡറായിട്ട് വയ്ക്കുക. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ്, തമ്പ്, മിഡിൽ ഫിംഗേഴ്സ് ആണ്. അതിനുശേഷം ഇത് നമുക്ക് കുറച്ച് റഗ്ഗിൽ നിന്നും നീക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നീക്കി അതിൻ്റെ ലിഡ് വയ്ക്കുക. റെഡ് കളറാണ് ലിഡ് വരുന്നത്. ഓക്കെ. ദെൻ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഏറ്റവും തിക്കായിട്ടുള്ള ഏതാണെന്ന് നോക്കുക. തിക്കായിട്ടുള്ളത് എടുത്ത് വയ്ക്കുക. തിക്കസ്റ്റ് വണ്ണ് എടുത്ത് വയ്ക്കുക. ദെൻ തിക്കർ വയ്ക്കുക. ദെൻ തിൻ വയ്ക്കുക. ദെൻ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ തിക്ക് ആൻഡ് തിൻ കൺസെപ്റ്റ് കുട്ടികൾക്ക് ലേൺ ചെയ്യിപ്പിക്കുന്നു. തിക്ക്, തിൻ. അതിനുശേഷം ഇത് നമ്മൾ ഓരോന്നും
അതിനുശേഷം കുട്ടിയോട് ചെയ്യുക ഏതാണ് തിക്ക് വൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് തന്നെ അത് ലിഡിൻ്റെ സെൻട്രലൈസ് ചെയ്ത് കീപ്പ് ചെയ്യുക. ദെൻ അതൊന്ന് മുകളിൽ ട്രേസ് ചെയ്യുക. അതായത് എത്രമാത്രം ഡയാമീറ്റർ അതിൻ്റെ വിഡ്ത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്യൂബ് ഇത് നെക്സ്റ്റ് തിക്കായിട്ടുള്ളത് അങ്ങനെ കീപ്പ് ചെയ്ത് നമ്മൾ ഒരു ടവർ മോഡൽ മേക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിക്ക് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോർഡിനേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. റെഡ് ബ്ലോക്കിന് ശേഷം നമ്മൾ യെല്ലോ ബ്ലോക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ യെല്ലോ കഴിഞ്ഞാൽ ഗ്രീൻ ബ്ലോക്സ്, അത് കഴിഞ്ഞാൽ ബ്ലൂ ബ്ലോക്സ്. ഇതുപോലെയാണ് നമ്മൾ പ്രസൻറ്റേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ദെൻ ഈ പറഞ്ഞ ഇതിന് ശേഷം മിക്സഡ് ആക്ടിവിറ്റീസ്, ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റിനും കോർഡിനേഷനും വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് 3 ബ്ലോക്സ് വെച്ചിട്ടും കുട്ടികളെ ചെയ്യിപ്പിക്കുന്നതാണ്. അത് താഴെ തന്നിരിക്കുന്ന വീഡിയോയുടെ ബാക്കിൽ ഓരോ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.